Hi, welcome back. We will unbox the NZXT H5 Flow in PC case. Case open. H5 Flow front I/O port ആണ് ഈ കാണുന്നത്. ഇതിനകത്തൊരു USB 3.2 Gen 1 Type A പോർട്ടും USB 3.2 Gen 2 Type C പോർട്ടും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഒരു ഹൈബ്രിഡ് ഹെഡ്ഫോൺ ജാക്കും ഇതിനകത്ത് ഉണ്ട്. റീസ്റ്റാർട്ട് സ്വിച്ച് ഈ ഒരു ക്യാബിൽ വരുന്നില്ല. ടോപ്പ് സൈഡിൽ നമുക്കൊരു മാഗ്നറ്റിക് ഡസ്റ്റ് ഫിൽറ്റർ തന്നിട്ടുണ്ട്. അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മാഗ്നറ്റിനാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഫാനിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 120 mm രണ്ട് ഫാൻ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. റേഡിയേറ്റർ ആണെങ്കിൽ നമുക്കൊരു 240 mm റേഡിയേറ്റർ കണക്ട് ചെയ്യാം. ക്യാബിൻ്റെ ഫ്രണ്ട് സൈഡിൽ NZXT ഒരു ലോഗോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടോപ്പിൽ നമുക്കൊരു റൗണ്ട് ഗ്രിൽഡ് ആയിട്ടുള്ള ഒരു മെഷാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു മെഷ് ഗ്രില്ല് കാരണം കൂടുതലായിട്ടുള്ള എയർ ഫ്ലോ ക്യാബിനുള്ളിലോട്ട് ലഭിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്യാബിനറ്റിന് NZXT H5 Flow എന്ന പേര് കൊടുത്തിരിക്കുന്നത്. ഈ മെഷ് ഗ്രില്ലിൻ്റെ ഉള്ളിൽ ഒരു ഡസ്റ്റ് ഫിൽറ്ററും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ PC ഉള്ളിലോട്ട് ഡസ്റ്റ് കയറാനുള്ള സാധ്യത വളരെ കുറവാണ്. ക്യാബിൻ്റെ വൺ സൈഡ് ടെമ്പേർഡ് ഗ്ലാസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ടെമ്പേർഡ് ഗ്ലാസ് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ടെമ്പേർഡ് ഗ്ലാസ് മൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ ഒരു സിംഗിൾ സ്ക്രൂവിലാണ്. ഈ ഒരു സിംഗിൾ സ്ക്രൂ റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ആര കൊടുത്തിട്ടുണ്ട്. ആരോൻ്റെ ഡയറക്ഷനിലോട്ട് തള്ളിക്കഴിഞ്ഞാൽ ഈ ഒരു ഗ്ലാസ് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. H5 ഫ്ലോയുമായിട്ട് വളരെയധികം സാമ്യമുള്ളൊരു ഡിസൈനാണ് NZXT ഈ ഒരു മോഡലിലും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മോഡലിനെ H5 ഫ്ലോയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു എയർ ഇൻടേക്ക് ഫാനാണ്. ഈ ഒരു കേസിൽ ഒരു എയർ ഇൻടേക്ക് ഫാൻ ഫ്രണ്ട് സൈഡിലും അതുകൂടാതെ ബാക്ക് സൈഡിൽ ഒരു എക്സോസ്റ്റ് ഫാനും പ്രീ ബിൽഡായിട്ട് വരുന്നുണ്ട്. ഈ ഒരു കേസിൻ്റെ ഫ്രണ്ട് സൈഡിൽ നമുക്ക് രണ്ട് 120 mm ഫാൻസ് കണക്ട് ചെയ്യാം. അതല്ലെങ്കിൽ രണ്ട് 140 mm ഫാൻസ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. റേഡിയേറ്റർ നോക്കിക്കഴിഞ്ഞാൽ 120 mm, 140 mm, 240 mm, 280 mm ഇങ്ങനെ 4 വേരിയേഷനിലുള്ള റേഡിയേറ്റർ നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഫാൻ കണക്ട് ചെയ്യാനും റേഡിയേറ്റർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലുള്ളൊരു ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ബ്രാക്കറ്റിനകത്താണ് നമുക്ക് നമ്മുടെ റേഡിയേറ്ററും ഫാനും മൗണ്ട് ചെയ്യാനായിട്ട് ഉള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ കേസിൻ്റെ കേബിൾ മാനേജ്മെൻറ്റ് സൈഡ്. ഇതിനകത്ത് H5 സീരീസ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാനുണ്ട്. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് മദർ ബോർഡൊക്കെ കണക്ട് ചെയ്യാൻ ആവശ്യമുള്ള സ്ക്രൂസും കാര്യങ്ങളും വന്നേക്കുന്നത്. അതുകൂടാതെ ഈ ഒരു സ്ട്രാപ്പ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടാതെ നമ്മുടെ ഫ്രണ്ട് I/O പോർട്ടിൻ്റെ കേബിൾസ് എല്ലാം ഇവിടെ ഇങ്ങനെ ഒരു കവറിലാക്കിയിട്ട് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു H5 സീരീസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോക്സ് അഴിച്ച് മാറ്റാം. ഈ കാണുന്നതാണ് ഹാർഡ് ഡിസ്ക് മൗണ്ട് ചെയ്യാനുള്ള പോർട്ട്. ഈ ഒരു ക്യാബിൽ രണ്ട് SSD മൗണ്ട് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു SSDയും ഒരു HDDയും മൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് പഴയ രീതിയിലുള്ള ഹാർഡ് ഡിസ്ക് ട്രേസ് ഒന്നും ഇതിനകത്ത് കാണില്ല. കാരണം ഈ ഒരു ഫാൻ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ സ്പേസ് ആ ഫാനിന് വേണ്ടി പോയി. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ട്രേ ഇതിനകത്ത് ഉണ്ടാവില്ല. ഈ ഭാഗത്താണ് നമുക്ക് നമ്മുടെ പവർ സപ്ലൈ വെക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു ഡസ്റ്റ് ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു ഫാനിൻ്റെ താഴ്ഭാഗത്തായിട്ട് നമുക്കൊരു ഡസ്റ്റ് ഫിൽറ്റർ തന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡസ്റ്റ് ഫിൽറ്റർ റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഡസ്റ്റൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് തിരിച്ച് ലോക്ക് ചെയ്ത് വെക്കാനും പറ്റും. നമ്മുടെ GPU മൗണ്ട് ചെയ്യുന്ന ഏരിയയാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്കൊരു GPUവിൻ്റെ ഭാഗത്ത് ഒരു കവറിങ്ങും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറമേ ഉള്ള ഡസ്റ്റുകളൊന്നും ഇതിനകത്ത് കയറാതെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു ബോക്സിൽ ഒരുപാട് ടൈപ്പ് സ്ക്രൂസ് തന്നിട്ടുണ്ട്. നമുക്ക് PC അസംബിൾ ചെയ്യുന്ന സമയത്ത് ഈ സ്ക്രൂസ് എല്ലാം ആവശ്യമായിട്ട് വരും. നമ്മൾ കേബിൾ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഈ സിപ്പ് ടൈസ് മേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്രയധികം സിപ്പ് ടൈസും തന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സി യു അഗെയിൻ. ബൈ.